ഓണം റിലീസുകളിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ 1. തരംഗത്തിന് ശേഷം അരുണ ഡൊമിനിക് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രമേയം കൊണ്ടും മേക്കിംഗ് കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോ ചിത്രമായാണ് ലോക ഒരുങ്ങുന്നത്. ഇതുവരെ ചിത്രത്തിന്റേതായി പുറത്തുവന്ന അപ്ഡേറ്റുകളെല്ലാം ക്വാളിറ്റിയുള്ളവയായിരുന്നു. ഒരു ഗ്രാഫിക് നോവലിന്റെ പ്രതീതിയുളവാക്കുന്ന ചിത്രമാണ് ലോക എന്ന ടീസറും ട്രെയിലറും ഉറപ്പു നൽകുന്നു. ലാർജ് വൈഡ് ലെൻസിൽ ചിത്രീകരിച്ച സിനിമ ഫ്ലാറ്റ് സ്ക്രീനുകളിൽ മാത്രമേ ഫുൾ സ്ക്രീൻ അനുഭവം ലഭിക്കുകയുള്ളൂ എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. PIQ, PXL സ്ക്രീനുകളിൽ മാത്രമേ ലോക ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുള്ളൂ. നോർമൽ സ്ക്രീനുകളിൽ സ്ക്രീനിന്റെ ഇരുഭാഗത്തും ബ്ലാക്ക് ബാറുകൾ ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ലോകയുടെ മാർക്കറ്റിംഗ് ടീമിന് വന്ന വലിയൊരു പിഴവാണ്. ചിത്രം ഐമാക്സിലും റിലീസ് ഉണ്ടാകുമെന്ന് വേഫറർ ഫിലിംസ് പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന രണ്ടാമത്തെ മലയാളം സിനിമയെന്ന രീതിയിൽ പലരും ഇക്കാര്യം ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ ഐമാക്സ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പ്രീതം ഡാനിയൽ ഈ വാർത്ത തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. ഇത് സത്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രീതം തന്റെ പോസ്റ്റ് ആരംഭിച്ചത്. ഇത് സത്യമല്ല. ഐമാക്സിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇക്കാര്യം എനിക്ക് ചൂണ്ടിക്കാണിച്ചത്. അതിന് ഞാൻ അയാളോട് നന്ദി പറയുകയാണ് എന്നാണ് പ്രീതം തന്റെ പോസ്റ്റിൽ പറഞ്ഞത്. സംഗതി വൈറലായതോടെ വേഫറർ ഫിലിംസിന്റെ മാർക്കറ്റിംഗ് ടീമിന് വലിയ വിമർശനമാണ് ലഭിക്കുന്നത്. വലിയൊരു സിനിമ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിലെ ശ്രദ്ധ കിട്ടാന് പോയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ നാറിപ്പോയെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. നോർമൽ ക്യാമറയിൽ ചിത്രീകരിച്ച് ഐമാക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഉടായിപ്പ് പരിപാടിയാണെന്നും ചിലർ കമന്റ് ചെയ്തു. ഐമാക്സിൽ പുറത്തിറങ്ങിയ ഒരേയൊരു മലയാളം സിനിമ എമ്പുരാന് മാത്രമാണ്. ഏരി അലക്സ ക്യാമറയിൽ ചിത്രീകരിച്ചതിനാൽ ഐമാക്സിലും ഫുൾ സ്ക്രീന് ദൃശ്യാനുഭവമല്ല എമ്പുരാന് ലഭിച്ചത്. ദുൽഖറിന്റെ വേഫറർ ഫിലിംസുമായി ഭാവിയിൽ സഹകരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രീതം ഡാനിയൽ പുതിയ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തു.